السلام عليكم ورحمة الله وبركاته. اذهبوا بقميصي هذا فألقوه على وجه أبي يأتي بصيرا. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഒരുപാട് കാലം യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അല്ലാഹു തആല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് നിർദ്ദേശിച്ച കാര്യം ഖുർആൻ ഉദ്ധരിക്കുകയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു, ഞാനീ തരുന്ന ഷർട്ട് നിങ്ങൾ വാപ്പാൻ്റെ മുഖത്തിട്ട് കൊടുക്കണം. അപ്പോൾ യഅ്തി ബസീറ, വാപ്പാൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു കിട്ടി. അപ്പൊ മോന്റെ ഷർട്ട് വാപ്പാക്ക് കൊടുക്കണം. മോന്റെ ബർക്കത്താണ് ഇപ്പൊ വാപ്പാക്ക് ലഭിക്കുന്നത്. അങ്ങനെ എന്താണ് ആ ഷർട്ടിന്റെ പിന്നിലുള്ള രഹസ്യം? ഇതാണ് മഹാന്മാരായ മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നത്. ദഹ്ഹാഖ് റളിയല്ലാഹു അൻഹു, പ്രമുഖ മുഫസ്സിറായ ദഹ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ഹാദൽ ഖമീസു മിൻ നസ്ജിൽ ജന്ന. ഈ ഷർട്ട് കേവലം ഒരു ഷർട്ടല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് നെയ്തുണ്ടാക്കിയ ഷർട്ടാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അമറഹു ജിബ്രീൽ അലൈഹിസ്സലാം അൻ യുർസില ഇലൈഹി ഖമീസ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നഷ്ടപ്പെട്ട് അതിൻ്റെ പേരിൽ കരഞ്ഞ് 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 കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിലേക്ക് ഈ ഷർട്ട് അയക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൽപ്പനയുണ്ടായി. കാരണം എന്താ? വകാന ദാലികൽ ഖമീസു ഖമീസ ഇബ്രാഹിം. ഈ ഖമീസ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖമീസാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഷർട്ടായിരുന്നു ഇത്. ആ സംഭവം വിശദീകരിക്കുക. വദാലിക അന്നഹു ലമ്മാ ജുരിദ മിൻ സിയാബിഹി വഉൽഖിയ ഫിന്നാരി ഉരിയാനൻ അതാഹു ജിബ്രീൽ ബിഖമീസിൻ മിൻ ഹരീരിൽ ജന്ന. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ വസ്ത്രങ്ങളിൽ നിന്നെല്ലാം ഉരിയാനായ അവസ്ഥയിൽ, പൂർണ്ണമായ നഗ്നനായ അവസ്ഥയിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടിരുന്നത്. ബിംബാരാധനക്ക് നഖശിഖാന്തം എതിർത്ത പ്രബോധകനായിരുന്നു, പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ശിർക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഈ കല്ലുകളെ ആരാധിക്കുന്ന ഈ അവസ്ഥ ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവരെല്ലാവരും കൂടി ഒരു ദിവസം സൽക്കാരത്തിന് പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? കല്ലുകളെയെല്ലാം ഒരു മഴുവെടുത്ത് തച്ചു ഉടച്ചു. എന്നിട്ട് വലിയ ഒരു ബിംബത്തിൻ്റെ കഴുത്തിൽ ഈ മഴ തൂക്കി. അപ്പോൾ ജനങ്ങൾ വന്നിട്ട് ചോദിച്ചു, ആരായി പണി ചെയ്തത്? അപ്പോൾ ഇതിന് ധൈര്യപ്പെടുന്ന ആൾ ഇബ്രാഹിം അല്ലാതെ മറ്റാരുമല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ആരാ ചെയ്തതെന്ന് ചോദിച്ചു നോക്കി. അതാ വലിയ ബിംബം ഇരിക്കുന്നുണ്ടല്ലോ, മൂപ്പരെ കഴുത്തിലാണല്ലോ അപ്പം മഴ ഉള്ളത്. അപ്പോൾ ഓല് ചോദിച്ചു, അല്ല ആന് ഇതെങ്ങനെ സംസാരിക്കുന്നു? അത് ശരി, അപ്പൊ സംസാരിക്കാത്ത ദൈവത്തെയാണ് ഇപ്പോൾ ആരാധിക്കുന്നത് എന്ന് ഉത്തരം മുട്ടിച്ചു. ഏതായിരുന്നാലും പറഞ്ഞു ജയിക്കാൻ നമുക്ക് പറ്റത്തില്ല, ഇവനെ നമുക്ക് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ തീരുമാനിച്ചു. ആ എറിയുന്ന സമയത്ത് പൂർണ്ണമായ നഗ്നനായിട്ടായിരുന്നു എറിയപ്പെട്ടത്. ആ സമയത്ത് അത്താഹു ജിബ്രീൽ ബിഖമീസിൻ മിൻ ഹരീരിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഷർട്ട്, ഒരു ഖമീസ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നു. എന്നിട്ട് ഫഅൽബസഹു ഇയാഹു, ആ എറിയപ്പെടുന്ന നിമിഷത്തിൽ
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഷർട്ട് അണിയിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയെ നിങ്ങൾ ഇബ്രാഹിമിന് എയർ കണ്ടീഷനായി മാറണം എന്ന നിർദ്ദേശവും കൊടുത്തു. തീയിലെറിയപ്പെട്ട് സുസ്മേരവദനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിച്ചു വന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ചരിത്രത്തിൽ ഖുർആൻ അങ്ങനെ പറയുന്നു. അപ്പോൾ മുഫസ്സിറുകൾ പറയാണ് ഫകാന ദാലികൽ ഖമീസു ഇൻദ ഇബ്രാഹിം, ഈ ഖമീസ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അരികിൽ ഉണ്ടായിരുന്നു. ഫലമ്മാ മാത, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ടപ്പോൾ വരിസഹു ഇസ്ഹാഖ്, തന്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം അതിന് അനന്തരമെടുത്തു. കാരണം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഷർട്ടല്ലേ. ഫലമ്മാ മാത വരിസഹു യാഖൂബ്, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ടപ്പോൾ അവിടുത്തെ മകനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അതിനെ അനന്തരമെടുത്തു. ഫലമ്മാ ശബ്ബ യൂസുഫു ജഅല യാക്കൂബ് ദാലികൽ ഖമീസ ഫീ ഖസബത്തിൻ മിൻ ഫിദ്ദ വസദ്ദ റഅസഹാ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം നല്ല ഒരു കോമളനായി, യുവാവായി, നല്ല സൗന്ദര്യമുള്ള ഒരു ചെറുക്കനായി ഇങ്ങനെ വളർന്നു വന്നപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? ഈ ഷർട്ട് എടുത്തിട്ട് ഒരു കൂട്ടിലാക്കി, ഒരു വെള്ളിക്കൂട്ടിലാക്കി. നമ്മൾ ഐക്കല്ല് കെട്ടാറുണ്ടല്ലോ, ഈ ഐക്കല്ല് കെട്ടുന്നത് വിശുദ്ധമായ ഖുർആൻ അംഗീകരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന രംഗം. ആരാ പറയുന്നത്? മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഏറ്റവും വലിയ മുഫസ്സിറായ സഹാബിയായ ആൾ പറയാം. എന്നിട്ട് ഒരു വെള്ളിക്കൂട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് യാക്കൂബ് നബി അലൈഹി സ്വലാം ഈ ഷർട്ട് തിരികെ വെച്ചു. വജഅല ഫീ ഉനുഖി യൂസുഫ കത്തആവീദി, കേട്ടോ, നമ്മളൊക്കെ ഐക്കല്ല് കെട്ടുന്നത് പോലെ ഒരു വെള്ളിക്കൂട്ടിലാക്കിയിട്ട് ഈ ഷർട്ട് ഒരു വെള്ളിക്കൂട്ടിലാക്കിയിട്ട് പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാം മുൻഗാമികളായ പ്രവാചകന്മാരിൽ നിന്ന് അനന്തരമായി കിട്ടിയ ഈ ഷർട്ട് അതാ വെള്ളിക്കൂട്ടിലാക്കിയിട്ട് കഴുത്തിൽ അണിഞ്ഞു കൊടുത്തു. എന്താ? ലിമാ കാന യഖാഫു അലൈഹി മിനൽ ഐനി, ഈ കുട്ടിക്ക് കണ്ണേറ് പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ കണ്ണേറ് പറ്റുന്നതിന് ഐക്കല്ല് ധരിക്കാറുണ്ട്, സിഹ്റ് പറ്റാതിരിക്കാൻ ഐക്കല്ല് ധരിക്കാറുണ്ട്, രോഗങ്ങളില്ലാതിരിക്കാനും പൈശാചികമായ ബാധയില്ലാതിരിക്കാനൊക്കെ ഐക്കല്ല് ധരിക്കാറുണ്ട്. ഇത് ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശുദ്ധമായ ഖുർആനും എഴുതിയ ഐക്കല്ലുകൾ നമുക്ക് ധരിക്കാം. അത് വലിയ കാവലാണ്. പക്ഷെ അത് എഴുതുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കൂട്ടി എഴുതാൻ പാടില്ല, ഫത്ഹും കസറൊന്നും ഇടാൻ പാടില്ല, ഒറ്റക്ഷരങ്ങളായിട്ട് എഴുതണം. മഹാനായ ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പോഴും അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ബന്ധിച്ചിട്ട് പ്രശ്നമില്ലാത്തത്. കാരണം അത് ഖുർആനിൻ്റെ ശൈലിയിൽ അല്ല എഴുതുന്നത്, ഒറ്റക്ഷരങ്ങളായിട്ടാണ് നമ്മളത് എഴുതാറുള്ളത്. അപ്പൊ കണ്ണേറ് പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളുണ്ടല്ലോ, ഈ ചെറിയ കുട്ടികൾക്ക് കണ്ടില്ല, ചെറിയ പുള്ളിങ്ങനെ മുഖത്തൊക്കെ ഇട്ട് കൊടുക്കണം. അതുപോലെ വലിയ വീടുകളുടെ മുമ്പിലൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ കരിങ്കണ്ണ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്, പഴയ കാലത്തൊക്കെ അങ്ങനെ. ഇപ്പൊ പിന്നെ മാഷാ അല്ലാഹ് അല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദിക്ർ എഴുതും. അതെന്താന്ന് വെച്ചാൽ ഒരു ദിക്ർ കാണുമ്പോൾ ആദ്യമായി ആ ദിക്റാണ് നമ്മൾ ചെല്ലുന്നത് എങ്കിൽ അപ്പോൾ അവിടെ ആ കണ്ണേറിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, കണ്ണേറ് പറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ദിക്ർ ചെല്ലണമെന്ന്. അതാണ് മാഷാ അല്ലാഹ് എന്ന് പറയുന്നത്. അപ്പോൾ മാഷാ അല്ലാഹ് എന്ന് ആദ്യം കാണുമ്പോൾ നമ്മുടെ ആ കണ്ണിൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റ് സംഭവിക്കുന്നത് ആ ദിക്റിലാണ്. ഇത് വലിയൊരു വീട് കണ്ടിട്ട് ആ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സാധനം അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ആ വീടിൻ്റെ മഹത്വമല്ല നമ്മൾ നോക്കുന്നത്, അതിൻ്റെ ഭംഗിയല്ല. ആദ്യം ഇതിലേക്ക് നമ്മൾ നോക്കണം, നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു വിട്ടു. അതാണ് എൻ്റെ ഒരു സൈക്കോളജി. അപ്പോൾ ഏതായിരുന്നാലും ഇതുപോലെ കണ്ണേറുകൾ സംഭവിക്കുന്നതിന് തടയാനുള്ള ചില മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതിന് ഐക്കല്ല് കെട്ടിക്കൊടുക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം അനന്തരമായി കിട്ടിയ, പ്രവാചകന്മാരിൽ നിന്ന് അനന്തരമായി കിട്ടിയ ഷർട്ട്
വെള്ളിക്കൂട്ടിലാക്കിയിട്ട് തൻ്റെ കഴുത്തിൽ അണിഞ്ഞുകൊടുത്തു. മകൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഴുത്തിൽ അണിഞ്ഞുകൊടുത്തു. വക്കാനത്ത് ലാ തുഫാരിഖുഹു, യൂസുഫ് നബി അലൈഹി ഇസ്ലാം എവിടെ പോയാലും ആ ഐക്കല്ല് ധരിക്കാതെ പോകാറുണ്ടായിരുന്നില്ല. ഫലമ്മാ ഉൽഖിയ യൂസുഫ് ഫിൽ ബിഇരി ഉരിയാനൻ അതാഹു ജിബ്രീൽ വഅഖറജ ദാലികൽ ഖമീസ വഅൽബസഹു ഇയാഹു. ഖാസിൻ എന്ന് പറയുന്ന തഫ്സീർ വളരെ പ്രാധാന്യമുള്ള തഫ്സീറാണ്. ആ തഫ്സീറിലാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ തൻ്റെ സുഹൃത്തുക്കൾ, ജ്യേഷ്ഠന്മാർ പിതാവിന് അമിതമായ സ്നേഹം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അടർത്തിയെടുത്ത് ആടിനെ മേക്കാൻ വേണ്ടി ഒരു ദിവസം സമ്മതം ചോദിച്ച് കൊണ്ടുപോയി. അങ്ങനെ ചതിപ്രയോഗത്തിലൂടെ ചെന്നായ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞ് ഒരു പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞ സംഭവം ഖുർആൻ വിവരിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് കിണറ്റിലേക്ക് എറിയുന്ന സമയത്ത് നഗ്നനായിരുന്നു. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് അഖ്റജ ദാലികൽ ഖമീസ വഅൽബസഹു ഇയാഹു, തൻ്റെ കഴുത്തിൽ ധരിച്ചു കൊടുത്തിരുന്ന ഐക്കല്ല് എടുത്തിട്ട് ഷർട്ട് പുറത്തെടുത്തിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ധരിപ്പിച്ചു കൊടുത്തു എന്നാണ്. ആ ഷർട്ടാണ് യഥാർത്ഥത്തിൽ പിന്നീട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് തിരിച്ചു കൊടുക്കുന്നത്. അതാ ഫലമ്മാ കാന ഹാദൽ വഖ്തു, ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ, അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പോയി. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പിന്നീട് ഈജിപ്തിലെത്തി. അവിടുത്തെ ഒരു ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി. ഈജിപ്തിലുള്ള പ്രവിശ്യകളെല്ലാം കൃഷികളെ കൊണ്ട് നിറച്ചു. എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധി ഉണ്ടായപ്പോൾ അയൽ രാജ്യങ്ങളിൽ നിന്ന്, സിറിയയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. മിസ്രിൻ്റെ ബോർഡറാണല്ലോ സിറിയ. അപ്പം സിറിയയിൽ നിന്ന് മിസ്രിലേക്ക് അവർ ആഹാരം വാങ്ങാൻ വേണ്ടി വരുമായിരുന്നു. വരുന്ന ഇവർക്കറിയില്ല ഞങ്ങളുടെ അനുജൻ, ഞങ്ങൾ പണ്ട് പൊട്ടങ്ങണത്തിലേക്ക് അറിഞ്ഞ യൂസുഫ് നബി ഇസ്ലാമാണിത് അവർക്കറിയില്ല. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും, എങ്ങനെയുണ്ട്? അപ്പോൾ പറഞ്ഞു, വാപ്പ ഉണ്ട്, വയസ്സനാണ്, പക്ഷെ കണ്ണിപ്പോൾ കാഴ്ചയൊന്നുമില്ല. അതെന്താ കാര്യം? അത് പണ്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു അനിയനുണ്ടായിരുന്നു, യൂസുഫ് എന്ന പേര്. ആ യൂസുഫ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ വാപ്പ ഭയങ്കര സങ്കടത്തിലാണ്. അങ്ങനെ കരഞ്ഞപ്പോൾ കണ്ണിന് കാഴ്ചയില്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അറിയാം ഇതെൻ്റെ ജ്യേഷ്ഠന്മാരാണെന്നൊക്കെ, പക്ഷേ അവർക്ക് മനസ്സിലായില്ല. ഒടുവിൽ ഏതായാലും അവരെല്ലാവരെയും കൂട്ടി മിസ്രിലേക്ക് കൊണ്ടുവരുന്ന രംഗം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാനൊരു ഷർട്ട് തരാം, ഈ ഷർട്ട് നിങ്ങൾ അപ്പാൻ്റെ മുഖത്ത് കൊണ്ടുപോയിടണം. ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ, ഞാൻ തരുന്ന ഷർട്ട് നിങ്ങൾ വാപ്പാൻ്റെ മുഖത്തിട്ടാൽ യഅ്തി ബസീറാ, വാപ്പാൻ്റെ കാഴ്ച തിരിച്ചു കിട്ടും. അതടിസ്ഥാനത്തിൽ അത് ഇടുകയും 2 കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കുകയും പിന്നീട് ആ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഉൾപ്പെടെയുള്ള കുടുംബത്തെ സിറിയയിൽ നിന്ന് മിസ്രിലേക്ക് കൊണ്ട് പാർപ്പിക്കുകയും ഒക്കെ ചെയ്ത രംഗം വിശുദ്ധമായ ഖുർആൻ അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥ, അങ്ങനെയാണ് ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഫഅമറഹു യുർസില ഹാദൽ ഖമീസ ഇലാ അബീഹി, നിങ്ങളുടെ അരികിലുള്ള ആ ഖമീസ് ഉണ്ടല്ലോ അത് വാപ്പയിലേക്ക് കൊടുത്തുവിടൂ. ലിഅന്ന ഫീഹി റീഹൽ ജന്ന, കാരണം അതിൽ സ്വർഗത്തിന്റെ പരിമളമുണ്ട്. ഫലാ യഖഉ അലാ മുബ്തലൻ വലാ സഖീമിൻ ഇല്ലാ ഉഫിയ ഫിൽ വഖ്തി. ഈ വസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു രോഗിയുടെ ശരീരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളുടെ ശരീരത്തിൽ ഇത് സ്പർശിച്ചാൽ ഇല്ലാ ഉഫിയ ഫിൽ വഖ്തി, അപ്പോൾ തന്നെ അതിന് ശമനമുണ്ടാകും. ഫദഫഅ ദാലികൽ ഖമീസ യൂസുഫ് ഇലാ ഇഖ്വതി, അങ്ങനെ തൻ്റെ സഹോദരങ്ങളിൽ
ആ വസ്ത്രം കൊടുത്തുവിടുന്നു. വഖാല, എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബി ബിഖമീസി ഹാദാ, ഈ ഷർട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഫൽഖൂഹു അലാ വജ്ഹി അബി, എൻ്റെ ബാപ്പാന്റെ മുഖത്തിടുക. യഅതി ബസീറ, ഉടനെ തന്നെ കാഴ്ച തിരിച്ചു കിട്ടും. അതങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പൊ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ വസ്ത്രം, അതിൻ്റെ ബറക്കത്താണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഖുർആൻ എഴുതി നമ്മൾ സൂക്ഷിക്കുമ്പോഴും അതിൻ്റെ ബറക്കത്താണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലാണ് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ചില അവശിഷ്ടങ്ങൾ ഇന്നും ലോകത്തുണ്ട്. അതിലൊന്ന് പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മൂലയിൽ ഫിറ്റ് ചെയ്ത ഹജറുൽ അസ്വദാണ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് നല്ല തൂവെള്ള പോലെ, കണ്ണാടി പോലെ നമ്മുടെ മുഖം ദർശിക്കാൻ പറ്റുന്ന വിധത്തിൽ നല്ല ഭംഗിയുള്ള കല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ കല്ലിനെ കറുപ്പിച്ചത് മനുഷ്യന്റെ പാപഭാരങ്ങളാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന മറ്റൊരു കല്ലാണ് ഇബ്രാഹിം മഖാം എന്ന് പറയുന്ന കല്ല്. കഅബ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ലിഫ്റ്റ് പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉപയോഗിച്ച കല്ലാണ്. അത്ഭുതകരമായ കല്ല്. ആ കല്ല് മൂലം ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ മൂപ്പർ ഉദ്ദേശിക്കുന്നതനുസരിച്ച് കല്ല് ഇങ്ങനെ വലുതാവും. മേലേത്തെ തട്ടിലാണ് കല്ല് വെക്കേണ്ടതെങ്കിൽ ഈ കല്ല് അതിനനുസരിച്ച് ഇങ്ങനെ ലിഫ്റ്റ് പോലെ ഇങ്ങനെ ഉയരുന്ന. അവിടെ കല്ല് വെക്കുമ്പോൾ മൂപ്പർ താവണം വിചാരിക്കുമ്പോൾ ഈ കല്ല് താവും. എന്നിട്ട് അടുത്ത കല്ലെടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മേലെ കയറി നിൽക്കും, ഈ കല്ല് ഇങ്ങനെ വലുതാവും. അങ്ങനെ കഅബാലയത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി അല്ലാഹു തആല കൊടുത്ത കല്ലായിരുന്നു. രണ്ട് കല്ലുള്ളത് പരിശുദ്ധമായ ഹറമിലാണ്. അഥവാ ഹജ്ജും ഉംറയും ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യൻ സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവൻ്റെ കർമ്മങ്ങൾ തുടങ്ങുന്നത് എന്നർത്ഥം. ഏതായിരുന്നാലും നമ്മുടെയൊക്കെ ശരീരങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ശരീരങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ എഴുതി കണ്ണേറിന് എഴുതുന്ന ഐക്കല്ലുകൾ അത് വിശുദ്ധമായ ഖുർആൻ അംഗീകരിക്കുന്നു. അതുപോലെ മഹാന്മാരുടെ ബറക്കത്ത് അതും വിശുദ്ധമായ ഖുർആൻ അംഗീകരിക്കുന്ന നേർക്കാഴ്ചയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും അല്ലാഹു തആല മാപ്പ് ചെയ്യുമാറാവട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, പരിശുദ്ധമായ ഈ സദസ്സിനെ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നാഫിയായ ഇൽമുകൾ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. പടച്ചവനെ, ഇൽമിൻ്റെ നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ നീ കബൂലാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പല വിധത്തിലുള്ള രോഗങ്ങളുള്ളവരുണ്ട്. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെയും നീ ഫലവത്താക്കണേ റഹ്മാനെ. അത്ഭുതകരമായ ശിഫാ പടച്ചവനെ, ഇവിടെ പറയപ്പെട്ട മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. പൂർണ്ണമായ ആരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സാഹിരീങ്ങളുടെ സിഹറുകളിൽ നിന്നും ചതിയന്മാരുടെ ചതികളിൽ നിന്നും കണ്ണന്മാരുടെ കണ്ണിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ